ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഇന്നലെ രാത്രി റിലീസായിരുന്നു. അത് കണ്ടുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എമ്പുരാൻ എന്ന സിനിമയുടെ ട്രെയിലർ രാത്രി റിലീസായത്. സോ ഓഫീസറിനെ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെച്ച് എമ്പുരാൻ്റെ ഡീറ്റെയിൽസ് ഇന്നിടാമെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകാം, അല്ലാത്ത പക്ഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ഷൂട്ടിൽ ഒരു പള്ളിയുടെ അകത്ത് കുറെ സാധനങ്ങൾ തകർന്നു കിടക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് ടീസറിൽ കാണിച്ചിട്ടുള്ള ഖുറൈഷി എബ്രാമിനെ പിടിക്കാനായിട്ട് ആ പട്ടാളക്കാർ വരുന്ന ആ ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഷോട്ടിൽ അവിടെ കുറെ പട്ടാളക്കാർ വരുമ്പോൾ അവിടെ എൽ എന്ന അക്ഷരം എഴുതി വെച്ചിരിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് എൽ എന്ന അക്ഷരമല്ല, പകരം ആ പള്ളിയിലുണ്ടായിരുന്ന കുരിശ് തകർന്ന് അതിന്റെ ഒരു ഭാഗമാണ് ഈ എൽ എന്ന രീതിയിൽ നിന്നിരിക്കുന്നത്. ഓൾറെഡി തന്നെ ലൂസിഫർ എന്ന സിനിമയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ലൂസിഫർ, അല്ലെങ്കിൽ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറൈഷി എബ്രാം എന്ന ക്യാരക്ടർ. സോ ഇവിടെ ആ ദൈവത്തെ സൂചിപ്പിക്കുന്ന കുരിശ് തകർന്നുകൊണ്ട് അവിടെ ലൂസിഫർ ജനിക്കുന്ന പോലെ, അല്ലെങ്കിൽ അത് ലൂസിഫറായി മാറുന്നു എന്ന രീതിയിലാണ് ആ എല്ലായിട്ട് വന്നിരിക്കുന്നതായി കാണിച്ചത്. പിന്നീട് PK രാംദാസിന്റെ ഒരു ഡയലോഗാണ്, എന്റെ മക്കളല്ല എന്റെ പിന്മുറക്കാർ, എന്നെ പിന്തുടരുന്നവരാണ് എന്റെ മക്കളെന്ന്. ഇത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഉദ്ദേശിച്ചാണ്. PK രാംദാസിന് രണ്ട് മക്കളാണ്, ജതിൻ രാംദാസും പ്രിയദർശിനി രാംദാസും. എന്നാൽ ഇവരെക്കാട്ടിലുമെല്ലാം കൂടുതലായി PK രാംദാസിന് ഇഷ്ടമുണ്ടായിരുന്നതും PK രാംദാസിന്റെ ആ രാഷ്ട്രീയത്തെ പിന്തുടർന്നു വന്നതുമെല്ലാം സ്റ്റീഫൻ നെടുമ്പള്ളിയായിരുന്നു. സോ ഇതാണ് തന്നെ പിന്തുടരുന്നവരാണ് തന്റെ മക്കൾ എന്ന രീതിയിൽ PK രാംദാസ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഷോട്ടിൽ ഇതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അവിടെ അലോഷി നിൽക്കുന്നതായും മരണപ്പെട്ടുപോയ അലോഷി നിൽക്കുന്നതായും സ്റ്റീഫൻ അങ്ങോട്ടേക്ക് വരുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇത് PK രാംദാസ് തന്റെ പിൻഗാമിയെ പറ്റി പറയുമ്പോഴായിരിക്കാം സ്റ്റീഫൻ ആ പരിപാടിയിലേക്ക് വരുന്നതായി കാണിക്കുന്നത്. ഇതിനുശേഷം മരുഭൂമിയിൽ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതായും അതിനു ചുറ്റും കുറെ ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നതായും കാണാം. സോ അവരെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അത് മുസ്ലിം തീവ്രവാദികളായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടാതെ അതിൽ നിന്നും കുറെ ആളുകൾ ഇറങ്ങി രക്ഷപ്പെട്ട് ഓടുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് പൃഥ്വിരാജിന്റെ സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടറിന്റെ ചെറുപ്പത്തിലുള്ള ആ കുട്ടിയെയും മറ്റു പലരെയും ഒരു വണ്ടിയിൽ പിടിച്ചുകൊണ്ട് പോകുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഇവരെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവിടേക്ക് ആരെങ്കിലും വന്നുകൊണ്ട് ഈ തീവ്രവാദികളെയെല്ലാം കൊന്ന് ഈ കുട്ടികളെല്ലാം രക്ഷിക്കുന്ന ഒരു സീനായിരിക്കാം ഇത്. പിന്നീട് ഒരു ഷോട്ടിലൂടെ ടോവിനോ തോമസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയം അവിടെ അത് PK രാംദാസിന്റെ ഓർമ്മ ദിനമായിട്ടോ മറ്റോ ആണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അഖണ്ഡ ശക്തി മോർച്ച ASM എന്നൊരു പാർട്ടിയുടെ പേരിൽ സുരാജ് പ്രസംഗിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും ഒരു BJP RSS ബന്ധമുള്ള ഒരു പാർട്ടിയായിട്ട് വരാനാകും സാധ്യതയുള്ളത്. കാരണം ആദ്യ ചിത്രത്തിൽ രണ്ട് പാർട്ടികളെയാണ് കാണിച്ചിരുന്നത്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള രണ്ട് പാർട്ടികളെ. സോ ഈ ചിത്രത്തിലേക്ക് വന്നപ്പോൾ മൂന്നാമത് BJPയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മണിക്കുട്ടന്റെ ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ട് അയാൾ മറ്റു കുറച്ച് പേരും ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതും ഈ സുരാജിന്റെ പരിപാടിയാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതുപോലെ ടോവിനോ തോമസിന്റെ ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർമ്മയുടെയും മേടയിൽ ആശാവിന്റെയും പാർട്ടിക്കാർ ഈ കാര്യം ടിവിയിലോ മറ്റോ വീക്ഷിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഈ ടോവിനോ തോമസിന്റെ പരിപാടിയാകാൻ സാധ്യതയില്ല. കാരണം ജതിൻ രാംദാസിന്റെ പരിപാടിയാണെങ്കിൽ അവിടെ വർമ്മയും കൂട്ടരും പങ്കെടുക്കേണ്ടതായിരുന്നു. സോ ഇത് മിക്കവാറും സുരാജിന്റെ മൂന്നാമത്തെ പാർട്ടിയുടെ പരിപാടി ഈ രണ്ട് കൂട്ടരും തത്സമയം കാണുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്ത ഇവർ രണ്ടുപേരും കേൾക്കുന്നതോ ആയിരിക്കാം. കാരണം പിന്നീട് ഒരു ഭാഗത്ത് NBTVയുടെ ഓഫീസ് കാണിക്കുന്നുണ്ട്. ആ സമയം വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മുന്നിലുള്ള സ്ക്രീനിൽ ആ കാര്യം പോലും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ജനത. ASM തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധർമ്മൻ തുടങ്ങിയ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതായും ഈ സമയം NBTVയുടെ നടത്തിപ്പുകാർ അത് വളരെ ഗൗരവത്തോടെ നോക്കുന്നതായും കാണാം. സോ ഇവിടെ സുധർമ്മൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സുരാജിന്റെ ക്യാരക്ടറിനെ ആയിരിക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന വാർത്ത വളരെ പ്രാധാന്യമുള്ളതും ഈ വാർത്ത തന്നെ മേടയിൽ ആശാന്റെയും വർമ്മയുടെയും പാർട്ടിക്കാർ ഗൗരവത്തോടെ കാണുന്നതുമായിട്ടായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനുശേഷം മറ്റു ചില ഭാഗങ്ങളിൽ പ്രിയദർശിനിയുടെ പാർട്ടി പരിപാടി നടക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്ത് PK രാംദാസും പ്രിയദർശിനിയും ഉള്ളതായിട്ടും മറ്റൊരു ഭാഗത്ത് പ്രിയദർശിനി മാത്രമാണെന്നും കാണിക്കുന്നു. ഇതിൽ പ്രിയദർശിനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏതോ ഒരു ഡാമിന്റെ സംരക്ഷണത്തെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. മിക്കവാറും അത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട രീതിയിൽ ചിത്രത്തിൽ കാണിക്കുന്ന മറ്റൊരു പേരിട്ടുകൊണ്ടുള്ള ഡാം ആയിരിക്കും. കൂടാതെ ഇങ്ങനെ പരിപാടി നടക്കുന്ന സമയം അവിടെ ASM പാർട്ടിക്കാർ കടന്നു വന്നിരിക്കുന്നതായും ഈ രണ്ട് പാർട്ടിക്കാരുടെയും കൊടികളും ഇടകലർന്നു നിൽക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രിയദർശിനി ഒരു പരിപാടിക്കോ മറ്റോ വരുന്ന സമയത്ത് അവിടെ കാറിന്റെ ഗ്ലാസ്സിലെ റിഫ്ലക്ഷനിലൂടെ നേരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന സുധർമ്മൻ എന്ന സുരാജിന്റെ ക്യാരക്ടറിന്റെ ഫ്ലെക്സുകളും മറ്റും നമുക്ക് കാണാം. ഇതിനുശേഷം വരുന്നൊരു ഷോട്ടിൽ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തീ പിടിച്ചിരിക്കുന്നതായും ആളുകളെല്ലാം ഓടുന്നതായും പ്രിയദർശിനി രാംദാസ് സ്റ്റേജിൽ തന്നെ ഭയപ്പെട്ട് നിൽക്കുന്നത് പോലെയും മറ്റും കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയത് പ്രിയദർശിനിയുടെ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
അവിടെ സുധർമ്മന്റെ പാർട്ടിക്കാരുടെയും മറ്റും ഭീഷണി ഉണ്ടായിരിക്കുകയും അവർ ആ പാർട്ടി അലങ്കോലമാക്കുകയും അവിടെയെല്ലാം തീയിടുന്നതായും ആളുകൾ ഓടിപ്പോകുന്നതായിട്ടുമെല്ലാമായിരിക്കാം കാണിച്ചത്. മറ്റൊരു ഭാഗത്ത് ഒരു നോർത്ത് ഇന്ത്യൻ വീട് കാണിക്കുന്നുണ്ട്. ആ വീടിന്റെ മുന്നിൽ കുറെ ആളുകൾ കയ്യിൽ ആയുധങ്ങളുമായി ആരെയെല്ലാമോ കാത്തിരിക്കുന്നതായി കാണാം. ഇതിനുശേഷം വരുന്ന ഒരു ഷോട്ടിൽ ആ വീടിന്റെ അകത്ത് കുറെ സ്ത്രീകളും മറ്റും മറ്റൊരു സ്ത്രീയുടെ മുന്നിൽ നിൽക്കുന്നതായി കാണാം. ആ വീടും ആ സ്ത്രീയെയും വെച്ചുകൊണ്ട് അവർ ആ നാട്ടിൽ വളരെ ധനികയായിട്ടുള്ളതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ആ നാട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇവരെല്ലാം സഹായത്തിനായി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതാണെന്നും മനസ്സിലാക്കാം. പിന്നീട് ഒരു ഭാഗത്ത് ഈ ക്യാരക്ടർ ഈ ഒരു വീടിന്റെ അകത്തേക്കാണെന്ന് തോന്നുന്നു തോക്കുമായി വന്നുകൊണ്ട് ആരെയെല്ലാമോ വെടിവെക്കുന്നതായും മറ്റു ചില ഷോട്ടുകളിൽ ആ വീടിന്റെ അകത്ത് ഒളിച്ചിരുന്ന കുറെ ആളുകളെയെല്ലാം ഉപദ്രവിക്കുന്നതായും കൊല്ലുന്നതായും കാണാം. ഇതിൽ നിന്നെല്ലാം എനിക്ക് തോന്നിയത് ഞാൻ ടീസർ ഡീകോഡിംഗ് വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് സ്റ്റീഫൻ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നതായി കാണിക്കുന്നത് അത് നോർത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യമാകാമെന്നും അവിടെയും ഒരു മതപരമായിട്ടുള്ള ലഹളയെല്ലാം നടന്നിട്ടുണ്ടാകാമെന്നും ആ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടെ കുറെ ആളുകൾ ലഹളകളും മറ്റും ഉണ്ടായപ്പോൾ ഈ വീട്ടിലേക്ക് അഭയത്തിനായി വന്നിരുന്നതും ആ വീട്ടിലേക്ക് ശത്രുക്കൾ വന്നുകൊണ്ട് അവരെയെല്ലാം ഉപദ്രവിക്കുന്നതായി കാണിച്ചതും. ഇതുപോലെ തന്നെ ട്രെയിലറിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയം ഒരു നഗരത്തിൽ ലഹളയും മറ്റും നടന്നതിന്റെ ബാക്കി ശേഷി പോലെ കുറെ കാര്യങ്ങൾ കത്തി നശിച്ചിരിക്കുന്നതായും ആ സമയം അവിടെ പഴയൊരു സ്കൂട്ടറും പഴയ കാറും എല്ലാം കിടക്കുന്നതായും കാണാം. സോ സിനിമയിൽ കാണിച്ചിട്ടുള്ള ഈ ലഹളകളെല്ലാം നടന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 2002 നടന്നിട്ടുള്ള ആ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രീതിയിൽ കണക്ട് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാകാം. അതിലും ഗർഭിണിയായ സ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടെയും ഗർഭിണിയായ സ്ത്രീകളും മറ്റും ഒരു വീട്ടിൽ അഭയത്തിനായി ഓടി വരുന്നതിനെ പറ്റിയെല്ലാം കാണിക്കുന്നുമുണ്ട്. സോ ആ ഒരു കാലത്ത് നടന്നിട്ടുള്ള അത്തരം വർഗീയ കലാപങ്ങളെല്ലാം ആയിരിക്കാം ഇവിടെ കാണിച്ചു പോകുന്നത്. അതോടൊപ്പം നേരത്തെ കാണിച്ചിട്ടുള്ള അവരെല്ലാം തന്നെ ഒരു വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് അവിടെ നമുക്ക് സെയ്ദ് മസൂദിന്റെ ചെറുപ്പം അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു കുട്ടി ഇരിക്കുന്നതായും അയാളുടെ മടിയിൽ മറ്റൊരു കുട്ടി കിടക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇത് ഈ ട്രെയിലറിൽ തന്നെ കാണിക്കുന്ന സെയ്ദ് മസൂദിന്റെ മുന്നിലേക്ക് നിൽക്കുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടിയാകാനാണ് സാധ്യതയുള്ളത്. സോ സെയ്ദ് മസൂദിന്റെ കൂടെയുള്ള ആ ഒരു പെൺകുട്ടിയെ ഫസ്റ്റ് ചിത്രത്തിൽ എവിടെയും കാണിച്ചിട്ടില്ല. സോ എനിക്ക് തോന്നിയത് ഒരു പക്ഷേ ഈ ഒരു ലഹളയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ ഈ ഒരു ക്യാരക്ടർ മരണപ്പെട്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു ഭാഗത്ത് ഒരു ബോട്ട് കാണിക്കുന്നുണ്ട്. ആ ബോട്ടിൽ ഒരു ലേഡി കിടക്കുന്നതായും 2 കാവൽക്കാർ നിൽക്കുന്നതായും ഏറ്റവും മുകളിലായി ഒരു നേതാവിനെ പോലെയുള്ള ഒരാൾ നിൽക്കുന്നതായും കാണാം. ഇയാളുമായിട്ടാണ് പിന്നീട് മറ്റൊരു ഭാഗത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു ചർച്ച നടത്തുന്നതായി കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ട്രെയിലറിൽ മറ്റു പല ഭാഗത്തായി മയക്കുമരുന്നുകളും കണ്ടെയ്നറിൽ അത് കൊണ്ടുപോകുന്നതായിട്ടുമെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ഈ വന്നിരിക്കുന്ന ആഫ്രിക്കക്കാരനാണെങ്കിലും ഇനി അതല്ല ചൈനയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ഇയാളാണെങ്കിലും ഇതെല്ലാം തന്നെ ഡ്രഗ്സുമായി കണക്ട് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് ചിത്രത്തിലാണെങ്കിലും ഈ ചിത്രത്തിലാണെങ്കിലും എല്ലാം ഡ്രഗ്സിന് സ്റ്റീഫൻ നെടുമ്പള്ളി എതിരാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇതുപോലെ ഡ്രഗുകൾ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഡ്രഗുകളുമായി ബന്ധപ്പെട്ട പണം കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കണ്ടെയ്നറുകളും അതിനകമ്പടി പോകുന്ന കാറുകളുമെല്ലാമാണ് സെയ്ദ് മസൂദോ ഖുറൈഷി എബ്രാമോ വന്നുകൊണ്ട് ഫസ്റ്റ് ചിത്രത്തിലേതുപോലെ തകർക്കുന്നതായി കാണിക്കുന്നതും. ആദ്യം ആ ഒരു ലഹള നടക്കുന്ന സമയത്ത് കാണിച്ച പ്രഗ്നന്റ് ആയ സ്ത്രീയും അവരുടെ കൂടെയുള്ളവരുമെല്ലാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖത്ത് ആരെയെ കണ്ടുകൊണ്ട് സന്തോഷം വരുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് ആദ്യ ടീസറിൽ ആ വീട്ടിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നത് കൊണ്ട് സ്റ്റീഫനെ കണ്ടുകൊണ്ട് തങ്ങളെ സംരക്ഷിക്കാനായി അയാൾ വന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് ഇവരെല്ലാം ചിരിക്കുന്നതാകാം. ട്രെയിലറിൽ മറ്റൊരു ഭാഗത്ത് മഞ്ജു വാര്യരും ടൊവിനോയുമായിട്ടുള്ള ചില ഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ടൊവിനോ PK രാംദാസിന്റെ ഫോട്ടോയുടെ മുന്നിൽ നിൽക്കുന്നതായും മഞ്ജു വാര്യർ നേരെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ടൊവിനോയെ നോക്കി ചിരിക്കുന്നതായും കാണാം. സോ ടൊവിനോ ഈ ഒരു ഭാഗത്ത് വെച്ച് PK രാംദാസിനെ പോലെ എന്തോ ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും എന്തോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ അഭിമാനം കൊണ്ട് മഞ്ജു വാര്യർ ടൊവിനോയുടെ ആ ക്യാരക്ടറെ നോക്കി ചിരിക്കുന്നതായിട്ടായിരിക്കാം കാണിച്ചത്. മറ്റൊരു ഭാഗത്ത് കിഷോറിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടു മുന്നേ മറ്റൊരാളെ കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നിയത് ഇയാൾ തന്നെ കുറച്ച് പ്രായമായ രീതിയിലാണ് കിഷോറിന്റെ ക്യാരക്ടറായി മാറുന്നത് എന്ന രീതിയിലായിരിക്കാം കാണിക്കുന്നത്. കൂടാതെ കിഷോർ ഹിന്ദിയും മറ്റും പറയുന്നത് കൊണ്ട് ഇയാൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും വന്നതാണെന്നും അന്നത്തെ ആ ലഹളയുടെ ഭാഗമാണെന്നും മനസ്സിലാക്കാം. അതുപോലെ ഇന്ദ്രജിത്ത് ഒരു ബോട്ടിൽ കയറി ആരുടെ കൂടെ പോകുന്നതായി കാണാം. അവിടെ നിൽക്കുന്നയാൾ തോക്കോ മറ്റോ പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മിക്കവാറും അത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അല്ലെങ്കിൽ ഖുറൈഷി എബ്രാമിന്റെ ആളായിരിക്കും. അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുന്നതായിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അത് സ്റ്റീഫൻ പറഞ്ഞിട്ട് ഈ ബോട്ടിലുള്ള ഈ ഒരു ആഫ്രിക്കക്കാരനുമായിട്ടോ മറ്റോ ചർച്ച നടത്താൻ വേണ്ടി വരുന്നതുമാകും. മറ്റൊന്ന് ടീസർ ഡീകോഡിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് സ്റ്റീഫൻ എന്ന ക്യാരക്ടറിനെ കേരളത്തിലല്ല തുടക്കത്തിൽ കാണിക്കുന്നതെന്നും പുറം രാജ്യങ്ങളിലായിരിക്കാമെന്നും കേരളത്തിൽ കുറെ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷമായിരിക്കാം അയാൾ കേരളത്തിലേക്ക് വരുന്നതെന്നും ആ കാര്യങ്ങൾ ശരിവെക്കുന്നത് പോലെ ഇന്ദ്രിയത്തിന്റെ ശബ്ദത്തിൽ സ്റ്റീഫൻ കേരളത്തിലേക്ക് ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഡയലോഗുകളെല്ലാം പറയുന്നതായി കാണാം. ഇതിനുശേഷം സ്റ്റീഫൻ KA അല്ലെങ്കിൽ ഖുറൈഷി എബ്രാ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഗൺ എടുത്തുകൊണ്ട് ആരുടെ മുഖത്തേക്ക് ചൂണ്ടുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു ഷോട്ടിലാണ് സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ ക്യാരക്ടർ മുന്നിലിരിക്കുന്ന ആരുടെ അടുത്ത് തന്റെ പേര് സെയ്ദ് മസൂദ് എന്ന് ആണെന്ന് പറയുന്നത്.
സോ ഇത് രണ്ടും ഒരേ സീനിലുള്ള കാര്യങ്ങളാകാനാണ് സാധ്യതയുള്ളത്. ഒരുപക്ഷെ അവിടെ അങ്ങനെ ആ പേര് എടുത്തു പറയുന്നത് താൻ മുസ്ലിമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി. ഈ സിനിമയിൽ വർഗീയ കലാപങ്ങളും മറ്റും വരുന്നത് കൊണ്ട് താൻ മുസ്ലിമാണ്, എന്നാലും ഇങ്ങനെയുള്ള തീവ്രവാദികളുടെ കൂടെ നിൽക്കില്ല എന്ന് കാണിക്കുന്ന രീതിയിലായിരിക്കും അവിടെ ആ പേര് എടുത്തു തന്നെ പറയുന്നത്. വേറെ ഷോട്ടിൽ ഒരു കാറിന്റെ അടുത്ത് ഒരാൾ മുഖംമൂടി ധരിച്ചുകൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്നതായി കാണാം. അവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് അത് ഇന്ത്യയിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതിനെല്ലാം മുന്നേ ഒരു സ്ഥലത്തുകൂടി ഒരാൾ നടന്നു പോകുന്നതായും അയാൾ മുഖത്തുള്ള ആ ഒരു മറ മാറ്റുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഈ തോക്കുമായി വന്നിരിക്കുന്ന ഇയാൾ തന്നെയാകും ആ ഒരു ദൗത്യത്തിന് ശേഷം പിന്നീട് നടന്നു പോകുമ്പോൾ ആ മുഖംമൂടി ഊരുന്നതായി കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഇങ്ങനെ മുഖംമൂടി വെച്ചിരിക്കുന്നത് പഴയ ആ വർഗീയ കലാപം നടക്കുന്ന സമയത്ത് ആരെയോ കൊല്ലുകയും അത് മറ്റുള്ള ആൾക്കാരുടെ മേലെ ഇടുന്നതിന് വേണ്ടി മുഖം മറച്ചുകൊണ്ട് ആ കാര്യം വന്ന് ചെയ്തിട്ട് പോകുന്നതുമാകും. ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയൊരു കാര്യമാണ് എന്തിനാണ് ഈ അവസാന ഭാഗത്ത് സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ ഇത്രയും ഹൈപ്പോട് കൂടി കാണിക്കുന്നതെന്ന്. സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടറിന് ചിത്രത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സെയ്ദ് മസൂദിന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്, അയാളുടെ കുടുംബത്തെ കാണിക്കുന്നുണ്ട്, അയാളുടെ കയ്യിൽ വന്നിട്ടുള്ള ആ ഒരു കുട്ടിയെ പറ്റി, സഹോദരിയെ പറ്റി കാണിക്കുന്നുണ്ട്. എങ്ങനെയാകാം അയാൾ സ്റ്റീഫന്റെ അടുത്തേക്ക് എത്തപ്പെട്ടത് എന്ന് കാണിക്കുന്നുണ്ട്. സെയ്ദ് മസൂദുമായി ബന്ധപ്പെട്ട് ആ കാലത്ത് നടക്കുന്ന ആ ഒരു ലഹളയ്ക്ക് സിനിമയിൽ പിൽക്കാലത്ത് പ്രസന്റിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. സെയ്ദ് മസൂദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ അത് കാരണം സെയ്ദ് മസൂദിന് എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം സിനിമയിൽ വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. എന്നിരുന്നാലും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പുറകിൽ നിന്നും സെയ്ദ് മസൂദിന്റെ ക്യാരക്ടർ എന്തിനാണ് ഇത്തരത്തിൽ സ്ലോ മോഷനിൽ വരുന്നത് പോലെ കാണിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഇവിടെയായിരിക്കും അത്തരത്തിൽ സ്ലോ മോഷനിൽ കാണിച്ചതായിരിക്കും. അതല്ലെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇതല്ലെങ്കിൽ പോലും ഒരവസരം കഴിയുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും പറ്റുകയും പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ക്യാരക്ടർ തിരിച്ചുവരവ് നടത്തുന്നത് പോലെ ഈ സീനിൽ കാണിക്കുന്നതുമാകും. അതുമല്ലെങ്കിൽ ഒരവസരം കഴിയുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൂടെ സെയ്ദ് മസൂദ് ഇല്ലെന്ന് പലരും കരുതുകയും എന്നാൽ ഈ ഒരു സീനിലൂടെ തിരിച്ചുവരവ് നടത്തുന്നതായിട്ടും കാണിക്കുന്നതുമാകാം. കൂടാതെ ഈ ഒരു ഭാഗത്ത് തന്നെ തൊട്ടിപ്പുറത്തായി മൂന്നാമതൊരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമുള്ളതുപോലെയും കാണിച്ചിട്ടുണ്ട്. സോ മേ ബി ഇപ്പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ മാർവൽ സിനിമകളും മറ്റും ഇത്തരത്തിൽ ട്രെയിലറുകളിൽ പല കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയും ഡിലീറ്റ് ആക്കി കളയുകയും പിന്നീട് ചിത്രം ഇറങ്ങുന്ന സമയത്ത് അവിടെ മിസ്സായിട്ടുള്ള കാര്യം നമ്മൾ കാണാറുമുണ്ട്. സോ അങ്ങനെ പൃഥ്വിരാജ് തൊട്ടിപ്പുറത്തായും ഒരു ക്യാരക്ടർ ഉണ്ടെന്നും അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ഖുറേഷി അബ്രാമിന്റെ രണ്ട് സൈഡിലേക്ക് വരികയാണെന്നും അതുകൊണ്ടാണ് ആ ഒരു സീൻ സ്ലോ മോഷനിൽ കാണിച്ചിരിക്കുന്നതെന്നും എന്നാൽ ആ ഒരു ക്യാരക്ടറിനെ ഇപ്പോൾ റിവീൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു ഭാഗം മറച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ കാര്യം മാത്രം കാണിച്ചിരിക്കുന്നതായിട്ടും ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ എന്താണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.